നമസ്കാരം. ഓണമൊക്കെ ഇങ്ങടുത്തു വന്നു. നമ്മൾ പത്രങ്ങളിലും ടി വികളിലും ഒക്കെ എടുത്ത് നോക്കിയാൽ ഓഫറുകളുടെ പെരുമഴക്കാലവുമാണ്. എവിടെ തിരിഞ്ഞാലും ഓഫർ, ഓണം ഓഫറുകൾ, 50% ഓഫർ, ഫ്ലാറ്റ് ഡിസ്കൗണ്ട്, ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, അങ്ങനെ നിരവധി ഓഫറുകളാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഈ ഓഫറുകളൊക്കെ കണ്ട് ചാടി സാധനങ്ങൾ വാങ്ങാൻ പുറപ്പെടുന്നതിന് മുമ്പ് ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ആദ്യം തന്നെ നമുക്ക് നമ്മുടെ സുഹൃത്തിനുണ്ടായ ഒരു അനുഭവം പറഞ്ഞു തുടങ്ങാം. എൻ്റെ ഒരു സുഹൃത്ത് ഈ ഇടയ്ക്ക് പോയി ഒരു 50% ഓഫറിൽ ഒരു സ്മാർട്ട് ടി വി വാങ്ങി. അപ്പോൾ വലിയ സന്തോഷമായി, ഭയങ്കര ലാഭമാണല്ലോ എന്നൊക്കെ ഞങ്ങൾ കരുതി. അദ്ദേഹം എനിക്ക് അതിൻ്റെ ബില്ലുകളും ഒക്കെ അയച്ചു തന്നു. ഞാനും നോക്കിയപ്പോൾ സംഭവം കുഴപ്പമൊന്നുമില്ല. പക്ഷേ അതിൻ്റെ അകത്തൊരു കാര്യം ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും EMI നമ്പരൊക്കെ അടിച്ചു നോക്കിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. അത് ഒരു ഇച്ചിരി പഴകിയൊരു മോഡൽ ആയിരുന്നു എന്നുള്ളത്. അതായത് കടകളിൽ സ്റ്റോക്ക് തീരാതിരുന്ന പ്രൊഡക്റ്റാണ് 50% ഓഫറിൽ ഈ ഒരു സാധനം പുള്ളിക്ക് കിട്ടിയത്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇതിനകത്ത് ഞങ്ങൾക്ക് ചെറിയ അബദ്ധം പറ്റി എന്നുള്ളത്. നമ്മളിങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കേണ്ടത് അത്യാവശ്യമാണ്. ഇങ്ങനെ വില കുറച്ച് തരുമ്പോഴതിന് എന്തെങ്കിലും ഒരു കാരണം അതിന് പിന്നിൽ കാണും. ഇപ്പോൾ നമ്മൾ കാണാം മിക്കയിടത്തിൽ നമ്മളും 30% ഓഫർ, 50% ഓഫർ എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഇലക്ട്രോണിക് സാധനങ്ങൾ. ഇപ്പോൾ TV ഒക്കെ മേടിക്കാനൊക്കെ ആണെങ്കിൽ കടകളിലേക്ക് ചെല്ലുമ്പോൾ ഭയങ്കര ഓഫറാണ്. ഓഫറിൽ നിങ്ങൾ ഈ സാധനം വാങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ പുതിയ TV ആണോ, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റുകളൊക്കെ അന്വേഷിക്കുക. ചിലപ്പോൾ ഈ ഡിസ്പ്ലേ പീസുകളൊക്കെ പകുതി വിലയ്ക്ക് തരാമെന്നൊക്കെ നമ്മളോട് പറയും. അപ്പോൾ ഈ ഡിസ്പ്ലേ പീസുകളൊക്കെ മേടിക്കുമ്പോൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ആ ഒരു TV ഇറങ്ങിയ സമയം മുതൽ അവരുടെ ഷോറൂമിൽ അതിനകത്തത് 8 മണിക്കൂറോളം ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഡെയിലി. അത്രയും നേരം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന് കണ്ടിന്യൂസ് എത്ര നാൾ വഴക്കമുണ്ടോ അത്രയും നാൾ ആ ഒരു TV അവരുടെ ഡിസ്പ്ലേ പ്രദർശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൊടുത്ത് വരുന്നവരെ കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ അവരതിലൂടെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനൊത്തിരി പഴക്കം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് TV എന്നുള്ള വിലയിൽ അത് നമുക്ക് കിട്ടണം. അതിലും വില കുറച്ച് കിട്ടിയാലാണെങ്കിൽ മാത്രമാണ് അതുകൊണ്ട് ലാഭം ഉണ്ടാകുന്നത്. ഇപ്പം ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അധികം പ്രവർത്തിപ്പിക്കത്തില്ല. അവരത് തുറന്ന് കാണിക്കുക, ആൾക്കാരെ മോഡൽ കാണിച്ചു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത്. അതും ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ റേറ്റിലൊക്കെ കിട്ടിയിട്ട് കാര്യമില്ല. പിന്നെ അതിൻ്റെ അങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങിക്കുന്നവർ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം കമ്പനി വാറണ്ടി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. മിക്കവാറും അതിൻ്റെ കമ്പനി വാറണ്ടിയൊക്കെ പോയി കാണുമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്നത് ഷോപ്പുകളുടെ വാറണ്ടി ആയിരിക്കും വരുന്നത്. അവർ പറയും നമ്മൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നാൽ അത് ഞങ്ങൾ ശരിയാക്കി തരാം. അത് അവരുടെ ഷോപ്പ് വാറണ്ടി ആയിരിക്കും അവരത് നൽകുന്നത്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഏത് ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിലും നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു കൊല്ലം അല്ലെങ്കിൽ 2 കൊല്ലത്തിനൊക്കെ അതിൻ്റെ ഒരു വാറണ്ടി കാര്യങ്ങൾ കാണത്തുള്ളൂ. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെയുള്ളതാണ് ഈ 0% EMI എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏത് പ്രോഡക്റ്റ് ആണെങ്കിലും ഒന്ന് വാങ്ങാൻ വേണ്ടി തോന്നും. നമുക്ക് 0% ഇൻട്രസ്റ്റ് ഇല്ല, അതായത് പലിശ രഹിത വായ്പ കിട്ടും. മാസം തവണകളായിട്ട് മുതലടച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മതി. നമ്മളിങ്ങനെയുള്ള ഇതെടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെ അകത്തൊരു കാര്യമാണ്, ഇതിൻ്റെ സർവീസിങ് ചാർജ്, ഇതിൻ്റെ പേപ്പർ ചാർജുകൾ, അതുപോലെ തന്നെ അഡീഷണൽ ചാർജുകൾ വല്ലതും ഉണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കണം. അതുകൂടാതെ തന്നെ നിങ്ങൾ മന്ത്ലി എത്ര രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത്, എത്ര മാസത്തേനാണ് നിങ്ങൾ അടയ്ക്കേണ്ടതെന്നുള്ളത് അത് കണക്ക് കൂട്ടി മൊത്തം ടോട്ടൽ അടച്ചു തീരുമ്പോൾ എത്ര രൂപയാകും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ചോദിക്കണം. അപ്പോഴായിരിക്കും നിങ്ങൾ ഒരുപക്ഷേ സത്യാവസ്ഥ മനസ്സിലാകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം നിർബന്ധമായിട്ടും എല്ലാവരും ചെക്ക് ചെയ്യണം. കടകളിൽ ചെന്ന് ഇതുപോലത്തെയുള്ള സാധനങ്ങൾ, ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകുമ്പോഴാണ് കൂടുതലും ഈ 0% EMIയിൽ നിങ്ങൾക്ക് സാധനം കിട്ടുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരസ്യങ്ങളൊക്കെ നമ്മൾ കാണാം. നമ്മൾ ചെന്ന് ചാടിക്കയറി മേടിക്കുകയും ചെയ്യും. ലാസ്റ്റ് ഇത് അടച്ചു പിടിച്ച് വരുമ്പോഴാണ്, ലാസ്റ്റ് അവസാനമാകുമ്പോഴായിരിക്കും ഇതിൻ്റെ തട്ടിപ്പിലേക്ക് നമ്മൾ മനസ്സിലാകുന്നത്. പിന്നെയുള്ളതാണ് ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറഞ്ഞ് ഓഫറുകൾ മിക്കപ്പോഴും കാണാറുണ്ട്. നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ പോകുമ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്ന് പറഞ്ഞ് മിക്കവരും കണ്ടിട്ടുമുണ്ട്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോണം, നിങ്ങൾ ആ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റിന് എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളതെന്ന് നിങ്ങൾ ആരെങ്കിലും ചോദിക്കാറുണ്ടോ? അല്ലെങ്കിൽ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾക്ക് മിക്കവാറും കാണുന്നതെന്ന് പറഞ്ഞാൽ 1000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചു. ആ ഒരു സാധനം 1500 രൂപ MRP ഇട്ടിട്ടായിരിക്കും ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു സാധനത്തിന് കൂടെ മറ്റൊരു സാധനം കൂടെ ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ട് അവർ നിങ്ങളെ പിടിച്ചേൽപ്പിക്കുന്നത്. ഒരുപക്ഷെ പഴയ സ്റ്റോക്ക് വിറ്റ് തീർക്കാനുള്ള പരിപാടിയായിരിക്കാം. അങ്ങനെയുള്ള മാർഗങ്ങളിലൂടെയാണ് ഇത് നടന്നു പോകുന്നത്.
നമ്മൾ മസാലപ്പൊടികൾ അതുപോലെ തന്നെ പൊടി ഐറ്റംസുകളൊക്കെ മേടിക്കുകയാണെങ്കിലും കാണാം. ചില കടകളിലൊക്കെ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്ക് ചെല്ലുമ്പോൾ കാണാം ഒരു 3 മാസം 6 മാസമൊക്കെ ഇത് വാറണ്ടി ഉള്ള സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പയറി കഴിയാറാകുന്ന സമയത്ത് അവരത് വില കുറച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അത് ചിലർക്കൊക്കെ ഉപകാരപ്പെടും. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 3 മാസത്തിനുള്ളിൽ നമ്മളത് ഉപയോഗിച്ച് തീർത്തേച്ചാൽ മതി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മേടിക്കുകയാണെങ്കിൽ ലാഭമായിരിക്കും അങ്ങനെയുള്ളവർക്ക്. അതൊക്കെ നമ്മളെ പറഞ്ഞ് തരുന്ന കടകളുമുണ്ട്, പറയാതെ നമ്മൾ പറ്റിക്കപ്പെടുന്ന കടകളുമുണ്ട്. ഇപ്പോൾ തന്നെ ഈയിടയ്ക്ക് ഒരു സോപ്പിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. 4 സോപ്പ് മേടിച്ചാൽ ഒരെണ്ണം ഫ്രീ ആണെന്നും പറഞ്ഞാണ് കമ്പനി പരസ്യം ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു സിംഗിൾ പീസായിട്ട് മേടിച്ചു കഴിഞ്ഞാൽ 5 എണ്ണം മേടിക്കുന്ന വിലയും 4 എണ്ണം മേടിച്ചു കഴിഞ്ഞാൽ ഒരെണ്ണം മേടിക്കുന്ന വിലയും തമ്മിൽ വലിയ വ്യത്യാസമില്ലായിരുന്നു എന്നുള്ളതാണ്. സെയിം പ്രൈസ് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അത് കമ്പനി അതുകൂടാതെ തന്നെ അവർ അതിൻ്റെ ഗ്രാമിലും ചെറിയ വ്യത്യാസം ഉണ്ടായിരുന്നു. അത് ശരിക്കും സിംഗിൾ പീസുകൾ 5 എണ്ണം മേടിക്കുന്ന പൈസയായിരുന്നു ലാഭം. അതായത് സിംഗിൾ പീസ് വെച്ച് മേടിക്കുന്നതായിരുന്നു ലാഭം. അങ്ങനെയൊക്കെയുള്ള നിരവധി തട്ടിപ്പുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയുള്ളതാണ് ഈ ഫർണിച്ചറുകൾ വിൽപ്പന. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ ടി വിയിലും പത്രത്തിലും ഒക്കെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഒരു ഇത്ര രൂപയ്ക്ക് തരും, അല്ലെ 50% ഓഫറിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ അവരെ അങ്ങോട്ട് ആകർഷിക്കും. നമ്മളവിടെ ചെന്ന് കഴിയുമ്പോൾ ആ ഒരു സിംഗിൾ പീസ് മാത്രമേ കാണത്തുള്ളൂ, അല്ലെ ആ ഒരു മോഡലേ കാണത്തുള്ളൂ. അതിന് കൂടുതൽ മോഡലുകളില്ല. ആ ഒരു പീസ് അവിടെ വിൽക്കാതെ ഇരിക്കുന്നത് കൊണ്ടാണ് അവരത് പകുതി വിലയ്ക്ക് തരാമെന്നും പറഞ്ഞ് ഓഫറിൽ കൊടുക്കുന്നത്. നമ്മൾ ആ ഒരു പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മളത് ഇഷ്ടപ്പെട്ടില്ല, അല്ലെ അത് കാണിച്ചിട്ട് നമ്മളെ കൊണ്ട് വേറെ മോഡലുകളൊക്കെ അവർ എടുപ്പിക്കും. ഇങ്ങനെയുള്ള ഒത്തിരി പരിപാടികളാണ് ഈ ഓഫറിൻ്റെ പുറകിൽ നടക്കുന്നത്. ഇപ്പം ഡ്രസ്സുകളൊക്കെ ആണെങ്കിലും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ തുണിക്കടയിൽ ചെല്ലുമ്പോൾ തന്നെ ഓഫറിലുള്ള ഡ്രസ്സുകൾക്ക് സൈസുകൾ കിട്ടത്തില്ലായിരിക്കും. സ്മോള്, മീഡിയം, ലാർജ് ഇങ്ങനെയൊക്കെയുള്ള മോഡലുകളുണ്ട്. നമ്മൾ നല്ലൊരു ഷർട്ട് ഇഷ്ടപ്പെട്ടു, പക്ഷേ അതൊരു ഓഫറിലുള്ള ഒരു ഷർട്ടാണെങ്കിൽ അതിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന സൈസ് ചിലപ്പോൾ അവിടെ കാണണമെന്നില്ല. അവിടെ ഉള്ള കിടക്കുന്നത് ഏതാണോ വിറ്റുപോകാതിരിക്കുന്ന സാധനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഓഫർ. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റിച്ചിങ്ങിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കളറിലുണ്ടാകുന്ന ഡാമേജുകൾ, അങ്ങനെയൊക്കെ സംഭവിക്കാം. അതായത് ഇപ്പം കടകളിലൊക്കെ ആണെങ്കിലും പലരും വന്ന ഡ്രസ്സുകളൊക്കെ മാറി ഉപയോഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ അഴുക്കുകളൊക്കെ പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ വാഷ് ചെയ്താൽ പോകത്തില്ലാത്ത ടൈപ്പ് സാധനങ്ങളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഓഫറിലായിരിക്കും വിൽക്കുന്നത്, അങ്ങനെയുള്ള പ്രോഡക്റ്റുകൾ. പിന്നെയുള്ളതാണ് ഫ്ലാറ്റ് 50% ഓഫറെന്ന് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെ മേടിക്കാനൊക്കെ പോകുമ്പോൾ നിങ്ങൾ കാണാറുണ്ട്. നിങ്ങൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തിൻ്റെ പുറത്താണ് ഈ 50% പ്രൈസ് ഇട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് കമ്പനി MRP റേറ്റിൻ്റെ പുറത്താണോ 50% ഇട്ടിരിക്കുന്നത്, അതോ അതിൽ കൂടുതൽ റേറ്റ് ഇട്ടിട്ടാണോ എന്ന്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ കാണുന്ന ഇങ്ങനെയുള്ള നമ്മളെ ഇങ്ങനെ ഓണം, ക്രിസ്മസ്, അതുപോലെ തന്നെ ന്യൂ ഇയർ അങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ നടക്കാറാകുമ്പോൾ ഇതിന് മുമ്പായിട്ട് സാധാരണ അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധനങ്ങൾക്ക് വില നേരെ ഇരട്ടിയാക്കും. ഇരട്ടിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഓഫറെന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രൈസ് ഇട്ട് തരും. കമ്പനിക്ക് ശരിയായ വിലയ്ക്ക് വിൽക്കുകയും ചെയ്യും. നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര ഓഫറായിട്ട് അത് കിട്ടുകയും ചെയ്യും. ഇതൊക്കെ സാധാരണ നടക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് എപ്പോഴും സാധനങ്ങൾ വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഓൺലൈനിൽ കൂടെ ഇതിൻ്റെ സാധനങ്ങളുടെ ഒരു വില നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓൺലൈനിൽ എപ്പോഴും ഒരു സാധനങ്ങൾക്ക് ഇച്ചിരി വിലക്കുറവായിരിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന മൊബൈൽ ഫോൺ ഒരു കൊല്ലമാണ് കഴിയുമ്പോൾ അതിന് വില കുറയും. അപ്പോൾ അത് അങ്ങനെയുള്ള വിലക്കുറവ് മറ്റു സാധനങ്ങളിലും ഇതുപോലെ തന്നെ സംഭവിക്കുന്നുണ്ട് ഓൺലൈനിൽ. അന്നേരപ്പോൾ നമ്മൾ പുറത്തുനിന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഇതുപോലെ ലാഭം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ടേ മേടിക്കാവുള്ളൂ. ചാടിക്കേറി പ്രോഡക്റ്റുകൾ വാങ്ങാൻ ശ്രമിക്കരുത്. അല്ലെ ഓണമാണ് ഭയങ്കര ഓഫറാന്നൊക്കെ പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് ഇവരുടെ മുന്നിൽ വീണു ഇവർ നമ്മളെ പറഞ്ഞ് ഭയങ്കരമായിട്ട് രീതിയിൽ നമ്മളെ പറ്റിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എപ്പോഴും സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ് പ്രത്യേകം നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ വാങ്ങാവുള്ളൂ. പിന്നെ അതിൻ്റെ പ്രൈസ് ഓൺലൈനിലൂടെ നിങ്ങൾ ചെക്ക് ചെയ്ത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങാൻ ശ്രമിക്കുക. ഓണക്കാലത്തെ വലിയ പരസ്യങ്ങളിൽ വീണ് പോകാതെ നമ്മൾ വാങ്ങുന്ന സാധനത്തിന് കൊടുക്കുന്ന പണത്തിൻ്റെ മൂല്യം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നിങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഓണം ഓഫറൊക്കെ കണ്ട് സാധനങ്ങൾ വാങ്ങിയപ്പോൾ നിങ്ങൾക്കാർക്കെങ്കിലും ലാഭകരമായി തോന്നിയോ, അതോ പറ്റിക്കപ്പെട്ടതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ വീണ്ടും ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.